ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം RCC ചികിത്സയിലെത്തുന്ന രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണവും താമസവും ഏർപ്പാടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ അവർ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഫിറോസും സുമിയാണ് സനാഥാലയത്തിൽ നിന്ന്. ഏറ്റവും ആദ്യമായി നിങ്ങളോട് ഹൃദയം കൊണ്ടൊരു സഹായം ചോദിക്കാനാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. സനാഥാലയത്തിന് വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് ഞങ്ങൾക്കൊരു കെട്ടിടം വേണം. കഴിഞ്ഞുപോയ വർഷങ്ങളിലായി 2014 മനുഷ്യരെ, ക്യാൻസർ കുരുന്നുകളെ, അവരുടെ മാതാപിതാക്കളെ, ക്യാൻസർ പോരാളികളെ, ചെറുപ്പക്കാരെ, വയോവൃദ്ധരെ ഒക്കെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്കായി എന്നുള്ളതാണ് ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും വലിയ നേട്ടം. നിസ്വാർത്ഥമായി പകരമൊന്നും തന്നെ ആഗ്രഹിക്കാതെയാണ് ഞങ്ങൾ ഓരോ പ്രവൃത്തികളും ചെയ്തത് ഈ വർഷമൊക്കെ. പക്ഷേ ഞങ്ങൾ വാടക കെട്ടിടത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. സനാഥാലയത്തിന് നിങ്ങളുടെ അടുത്തേക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് സനാഥാലയത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന സൗജന്യമായിട്ടുള്ള താമസവും അവർക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷണവും മറ്റെല്ലാ ഫെസിലിറ്റീസുമാണ് എന്ന് നമുക്ക് കണ്ണടച്ചുകൊണ്ട് തന്നെ പറയാം. നാളിതുവരെ അവർ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു വ്യവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അത് ഈ തരമുള്ള ഒരു സംവിധാനം, അതായത് ആയിരക്കണക്കിന് നിർധനരായ രോഗികൾക്ക് ആശ്വാസം ലഭിച്ച ഈ സ്ഥാപനം നിലച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ചലഞ്ചുമായി രംഗത്ത് വന്നത്. ഹാർജി കിഡില ഫിറോസ് ആണ് ഇതിന്റെ മുഖ്യ സ്വാരഥി. അതിനു പുറമെ മറ്റുള്ള വ്യക്തികൾ, ഉദാരമതികളായ ഒട്ടേറെ വ്യക്തികൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സ്ഥാപനം നിലനിർത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമായി കണ്ടുകൊണ്ട് കഴിയുന്നവർ ഈ സ്ഥാപനത്തിന് വേണ്ടി പുതിയൊരു കെട്ടിടം പണിയുന്നതിന്റെ ആവശ്യത്തിലേക്ക് ഒരു സഹായം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ ഉള്ളത്. കാരണം RCCയിൽ എത്തുന്ന ക്യാൻസർ രോഗികൾക്ക്, അതിൽ കുട്ടികളാണ് ഇവർ മുഖ്യമായിട്ടും പരിഗണിക്കുന്നത്, മുതിർന്നവരെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക്, ആ രോഗികൾക്കും അവരോടൊപ്പം ഉള്ളവർക്കും താമസിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ തീർത്തും സൗജന്യമായിട്ടാണ് ഇവർ നാളിതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഉദാരമതികളുടെ സഹായം കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഇവർക്ക് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചലഞ്ചായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്കിയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇതിൽ കാണുന്ന അക്കൗണ്ടും അതുപോലെ തന്നെ QR കോഡും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എത്രയായാലും ചെറിയ സംഖ്യയായാലും സംഭാവന ചെയ്ത് ആ സ്ഥാപനത്തെ നിലനിർത്താൻ വേണ്ടി സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊരു നന്മ പ്രവൃത്തിയാണ്. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് രോഗികൾക്ക്, അതായത് ക്യാൻസറും മറ്റും മാരകമായ രോഗങ്ങൾ മറ്റും പിടിക്കപ്പെട്ട് യാതന അനുഭവിക്കുന്ന രോഗികൾക്കുള്ള അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ നിലനിർത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമായി കണ്ടുകൊണ്ട് നമ്മൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കാനുള്ളത്.